തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ AIADMKയിൽ പിളർപ്പ്. തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ പൊട്ടിത്തെറി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായി പിളരുന്ന അവസ്ഥയിലാണ്. AIADMKയുടെ ചരിത്രത്തിൽ തുടർച്ചയായ തോൽവി ഏറ്റുവാങ്ങലാണ് ഈ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഇതോടെയാണ് നേതൃസ്ഥാനത്ത് നിന്ന് എടപ്പാടി പളനിസ്വാമിയെ മാറ്റണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം MLAമാർ രംഗത്തെത്തിയത്. ആകെയുള്ള 234 മണ്ഡലങ്ങളിൽ 167 ഇടത്ത് മത്സരിച്ച AIADMKയ്ക്ക് വെറും 47 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പളനിസ്വാമി വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ നിന്ന് CV ഷൺമുഖം, SP വേലുമണി തുടങ്ങിയ പ്രമുഖ നേതാക്കളും അവരുടെ അനുയായികളും വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. ഇവർ വിജയ് നയിക്കുന്ന TVKയെ പിന്തുണയ്ക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകളുണ്ടായിരുന്നത്. പാർട്ടി ഒന്നിച്ചു നിൽക്കണമെങ്കിൽ പളനിസ്വാമി സ്വമേധയാ സ്ഥാനമൊഴിയണമെന്നാണ് ഇവരുടെ ആവശ്യം. പളനിസ്വാമിക്ക് പകരം SP വേലുമണിയെ കക്ഷി നേതാവാക്കി തിരഞ്ഞെടുക്കണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. വേലുമണിക്ക് 30 MLAമാരാണ് പിന്തുണ അറിയിച്ച് മുന്നോട്ട് വന്നത്. അതേസമയം എടപ്പാടി പളനിസ്വാമിക്ക് 17 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. എടപ്പാടി പളനിസ്വാമി പക്ഷവും വേലുമണി പക്ഷവും ഇതു സംബന്ധിച്ച് പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നാളെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് AIADMKയിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. AIADMK ഇനി ആര് നയിക്കുമെന്നതിൽ സ്പീക്കറുടെ നിലപാടും നിർണായകമാകും. എന്തായാലും ജയലളിതയിലൂടെ തമിഴ്നാടിൻ്റെ ഭരണചക്രം ചലിപ്പിച്ച AIADMK പതനത്തിൻ്റെ പടുകുഴിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.